ADGP MR Ajit Kumar, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് കൈമാറും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ നിർണായകമായ കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ പരാതി അത് പാർട്ടി സെക്രട്ടറിക്ക് കൂടി നൽകുകയാണ്. ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക? നമുക്കറിയാം, ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പരാതി, ആരോപണങ്ങൾ അത് പാർട്ടിയിലെ പ്രബലനായ നേതാവിനെതിരെ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഏത് വിധത്തിൽ പാർട്ടി ഈ വിഷയത്തെ നോക്കിക്കാണും എന്നുള്ളത് ഏറെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി തലത്തിൽ കൂടി അന്വേഷണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറുന്നതിന് വേണ്ടി 8:40 PV അൻവർ MLA ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഉള്ള ചിന്ത ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ 20 മിനിറ്റ് കഴിയുന്നു ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട്. അല്പസമയത്തിനകം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ തിരികെ പുറത്തേക്ക് വരും. അവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഗൗരവതരമായ അന്വേഷണം നടത്തണം എന്ന ആവശ്യം PV അൻവർ മുഖ്യമന്ത്രിയോട് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. സമാനമായ ആവശ്യം പാർട്ടി തലത്തിലും നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൈമാറുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും പാർട്ടി സെക്രട്ടറിക്ക് കൈമാറുന്ന പരാതിയിൽ P ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ PV അൻവറിന് പിന്നിൽ ആര് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് അദ്ദേഹം നൽകിയ ഉത്തരം ദൈവമാണ് എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ചിലർ ഉണ്ട്. പാർട്ടിയിൽ തന്നെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ കൃത്യമായ പിന്തുണയോടെയാണ് അൻവർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും അദ്ദേഹം ഇതിനോടകം ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾക്ക്, ഗുരുതരമായ ആരോപണങ്ങൾക്ക് പാർട്ടിയുടെ ഔദ്യോഗികമായ പിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ആരാഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. സമാനമായ തരത്തിൽ LDF കൺവീനറും ഇതേ പ്രതികരണം തന്നെയാണ് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ PV അൻവർ ഇപ്പോൾ കൈമാറുന്ന പരാതിയിൽ അടിയന്തരമായ ഏത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇങ്ങനെയൊരു പരാതി മുഖ്യമന്ത്രിക്ക് ആദ്യം അദ്ദേഹം കൈമാറിയതിനു ശേഷം പിന്നീട് മൗനം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന മറുപടി. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഉന്നയിച്ച പോലെ ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് P ശശിക്കെതിരായ ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം യാതൊരു തരത്തിലുള്ള മറുപടി നൽകാതെയാണ് ഇന്നലെ അവിടെ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് മുമ്പിൽ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയതാണോ, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഒരു സന്ദേഹമായി ഉയരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പരാതിയിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയതിനു ശേഷം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക്, പ്രതികരണങ്ങളിലേക്ക് പോയി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മൗനം പാലിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി അദ്ദേഹത്തിന് കൂടി കൈമാറി പാർട്ടി തലത്തിൽ കൂടി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന തരത്തിലേക്ക്, ചർച്ച നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളത്. സ്വാഭാവികമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യത്തോട് ഏത് തരത്തിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നടത്തിയ തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാകാം അദ്ദേഹം ഇന്നും മാധ്യമങ്ങളോട് നടത്താനുള്ള സാധ്യത. അതിനപ്പുറത്തേക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കൊന്നും അദ്ദേഹം കടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം തന്റെ പോരാട്ടത്തിന്റെ 1ാം ഘട്ടം ഇവിടെ പൂർത്തിയാകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓഡിയോ സന്ദേശങ്ങളടക്കം കേൾപ്പിച്ച് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നിലവിൽ അദ്ദേഹം കൈമാറിയിരിക്കുന്ന പരാതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഇടപെടലുകൾ അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. അതേ തരത്തിൽ തന്നെയാണ് പാർട്ടി നേതൃത്വവും ഈ വിഷയത്തെ ഗൗരവമായി കാണണമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൂടി അദ്ദേഹം ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ? വളരെ നിർണായകമായ ചുമതലയിലിരിക്കുന്ന, ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്ന് ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട MR അജിത് കുമാറിനെ മാറ്റിയാൽ അത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരും പാർട്ടിയും ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും.
അതിനും അപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയമായ മാനം കൈവരും പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടായാൽ അതിനുള്ള സാധ്യതകൾ എത്ര കണ്ട് ഇനി ഉണ്ട് എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും പാർട്ടി നേതൃത്വത്തിന് ഈ പരാതി കൈമാറുന്നതിലൂടെ പാർട്ടി സെക്രട്ടറിക്കെതിരെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി കൈമാറുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല, പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും നിലവിലെ സാഹചര്യങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാൻ ഈ അൻവർ പിന്നിൽ ആര് എന്നുള്ള വലിയ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ദുരൂഹമായി തുടരുന്നുണ്ട്. ദൈവമാണ് എന്ന് അൻവർ പറഞ്ഞാൽ പോലും അങ്ങനെയല്ല. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രബല സംഘം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ പി ശശിക്കെതിരായ ആരോപണം അത് എത്രത്തോളം ഗൗരവത്തിൽ പാർട്ടി എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പി ശശിയുടെ നിലപാടിനെതിരെയും പ്രവർത്തനങ്ങൾക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടല്ലോ. അതായത് ഒരു സമാന്തര അധികാര കേന്ദ്രമായി തന്നെ പി ശശി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂട്ടമായ ഒരു വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പി വി അൻവർ പരസ്യമായി തന്നെ അത് ഉന്നയിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ പി ശശിക്കെതിരെ നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതണമോ? അതായത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മറികടന്നുകൊണ്ട് സമാന്തരമായ ഒരു അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മാറുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പി വി അൻവർ പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ മുതൽ തന്നെ ഉയർന്നുകൊണ്ടിരുന്നതാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് മറ്റ് നേതാക്കളുടെ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളിലേക്കും പ്രതികരണങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ കൃത്യമായി പി ശശിക്ക് കടിഞ്ഞാണിടുന്ന നീക്കങ്ങളുടെ ഭാഗമായി തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദ വെളിപ്പെടുത്തലുകളെയും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന തുടർ നീക്കങ്ങളെയും ഒക്കെ വായിച്ചെടുക്കേണ്ടി വരും. അതിന് മുഖ്യമന്ത്രി പിന്തുണ നൽകുമോ? അതാണ് ഇനി അറിയാനുള്ളത്. മുഖ്യമന്ത്രി ഈ പി ശശിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി ആർക്കൊപ്പമാണ്? പി വി അൻവറിനൊപ്പമാണോ അതോ പി ശശിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ? അതിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടെന്തായിരിക്കും? ഇതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കേവലം ഒരു ആരോപണ വിധേയനായ IPS ഉദ്യോഗസ്ഥരെ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, IPS ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ചില രാഷ്ട്രീയ ചലനങ്ങൾക്ക് കൂടി ഇപ്പോഴുണ്ടായിരിക്കുന്ന പി വി അൻവറിന്റെ നീക്കം വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവിടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ അത് അൻവറിനൊപ്പമാണ് മുഖ്യമന്ത്രി എന്ന ധ്വനി നൽകും. പി ശശിയെ ഒപ്പം ചേർത്ത് നിർത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതെങ്കിൽ പി ശശിയോടൊപ്പമാണ് മുഖ്യമന്ത്രി എന്ന് ധ്വനി നൽകും. അതുകൊണ്ട് തന്നെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് പാർട്ടി ഏത് തരത്തിലായിരിക്കണം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അവധാനതയോടെ ഇടപെടൽ തന്നെയാണ് അനിവാര്യമായി മാറുന്നത്. അവിടെയാണ് അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടി മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്, ആഭ്യന്തര വകുപ്പ് എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം ഇന്ന് ആദ്യ യോഗം ചേരുകയും തുടർന്ന് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന ഓരോ നീക്കങ്ങളിലും അന്വേഷണം SP സുജിത് ദാസിൽ മാത്രം ഒതുങ്ങുകയും നടപടി സുജിത് ദാസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്താൽ അത് ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഉണ്ടാക്കുക. അതിനെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നടപടി അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എപ്പോൾ വേണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സന്ദേഹമുള്ളത്. അതിനിടയിലാണ് സമാനമായ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കൂടി ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായ പി വി അൻവർ കൈമാറുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പരാതി ലഭിച്ചതിന് ശേഷം അതിൽ എന്ത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്കായിരിക്കും അവർ തയ്യാറെടുക്കുന്നത് എന്നതാണ് ഇനി ആകാംക്ഷയോടെ അവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദനുമായി PV അൻവർ MLA കൂടിക്കാഴ്ച നടത്തുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് കൂടി കൈമാറുകയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ, പരാതി അത് ഏത് തരത്തിൽ പാർട്ടി നോക്കിക്കാണും, അതോടൊപ്പം MV ഗോവിന്ദനെ കണ്ട ശേഷം PV അൻവറിന്റെ പ്രതികരണം ഏത് വിധത്തിൽ ഉണ്ടാകുമെന്നത് നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ്.